ജില്ലാ നേതൃയോഗങ്ങളിൽ CPIM സംസ്ഥാന നേതൃത്വത്തിന് അതിരൂക്ഷ വിമർശനം തുടരുകയാണ്. MV ഗോവിന്ദൻ തികഞ്ഞ പരാജയമാണെന്നും ഭാര്യ മത്സരിച്ചതോടെ പാർട്ടി സെക്രട്ടറി കണ്ണൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്നും തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ തുറന്നടിച്ചു. ജില്ലയിൽ രണ്ടിടത്ത് BJP വിജയിക്കാൻ കാരണം സംഘടനാ വീഴ്ചയാണെന്നും നേതാക്കൾ ആരോപിച്ചു. പിണറായി വിജയന്റെ ചെറ്റ പരാമർശം ജനങ്ങളെ എതിരാക്കിയെന്ന് ആലപ്പുഴയിൽ വിമർശനമുയർന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ മത്സരിപ്പിക്കാൻ MM മണിയെ മാറ്റിയത് തിരിച്ചടിയായി എന്ന് ഇടുക്കിയിൽ അംഗങ്ങൾ വിമർശിച്ചു. അതേസമയം പരാജയത്തിന് ശേഷം ആദ്യമായി പിണറായി ഇന്ന് കണ്ണൂരിൽ പൊതുപരിപാടിയിൽ പങ്കെടുക്കുകയാണ്. പരസ്യ പ്രതികരണം ഉണ്ടാകുമോ എന്നതാണ് ആകാംക്ഷ. റഹീസ് റഷീദും മനീഷ് മഹിബാലും രാഹുൽ സുരേഷുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം റഹീസിലേക്ക്. റഹീസ, ഈ ഒരു വലിയൊരു തോൽവിക്ക് പിന്നാലെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ജനറൽ സെക്രട്ടറി MA ബേബിയും ഒക്കെ പറഞ്ഞു, സഖാക്കളെ ഞങ്ങൾ കേൾക്കാൻ പോവുകയാണ്, വിമർശനങ്ങൾ സ്വാഗതം, എല്ലാ രണ്ട് ചെവിയും തുറന്നു വെച്ചുകൊണ്ട് കേൾക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷം കടിച്ചു പിടിച്ച് വെച്ചതൊക്കെ മുഖത്ത് നോക്കി, നേതാക്കളുടെ മുഖത്ത് നോക്കി പറയുകയാണ്. ഏറെക്കുറെ എല്ലാ ജില്ലാ സെക്രട്ടേറിയറ്റ്, ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും കടുത്ത വിമർശനമാണ്. എല്ലാ കുന്തമുനയും നീളുന്നത് മുഖ്യമന്ത്രി പിണറായി സെക്രട്ടറി MV ഗോവിന്ദന് നേരെയാണ്. തിരുവനന്തപുരത്തും അതുതന്നെയാണോ സംഭവിച്ചത്? ഷിഹാസ്, നേതാക്കളെ ഇരുത്തി അവരോട് പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന ഒരു രീതി CPIMൽ മുമ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറേ കാലമായി അങ്ങനെയൊന്നും കണ്ടിരുന്നില്ല. ഇപ്പോൾ എല്ലാ കമ്മിറ്റിയിലും അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇന്നലെ ആണെങ്കിൽ CPIMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് വേണ്ടി കൂടിയിരുന്നു. അതിൽ MV ഗോവിന്ദനും പുത്തലത്ത് ദിനേശനും KM ബാലഗോപാലും ഈ 3 പേരുമായിരുന്നു മേൽ കമ്മിറ്റികളിൽ നിന്ന് പങ്കെടുത്തത്. ഇതിൽ ഈ MV ഗോവിന്ദൻ ഭാര്യ PK ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിച്ചതോടുകൂടി കണ്ണൂരിൽ മാത്രം സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് മറ്റൊരു തരത്തിലും ഒന്നും ചെയ്യാൻ പാർട്ടി എന്ന നിലയിൽ, സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ കഴിഞ്ഞില്ല എന്ന വിമർശനം ഉന്നയിച്ചു. കുറേയധികം വിമർശനമായപ്പോൾ MV ഗോവിന്ദൻ പറഞ്ഞു, തിരുവനന്തപുരത്ത് സെക്രട്ടറി ആക്കാൻ നോക്കിയപ്പോൾ വി ജോയി മത്സരിക്കുന്ന സമയത്ത് പകരം ഒരാളെ സെക്രട്ടറി ആക്കാൻ നോക്കിയപ്പോൾ അങ്ങനെ നല്ലൊരാളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ കണ്ടില്ല. നിലവിലുള്ള നേതൃത്വത്തിന്റെ കുഴപ്പമാണത്. അതുകൊണ്ടാണ് A റഹീം എന്ന MPക്ക് പകരം ചുമതല നൽകേണ്ടി വന്നത് എന്ന് തിരിച്ചടിച്ചു. ഈ സമയത്ത് സെക്രട്ടേറിയറ്റ് അംഗത്തിൽ അംഗമായ ഒരാൾ പറഞ്ഞു, MV ഗോവിന്ദൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് എത്ര കാലമായി എന്ന് ഞങ്ങൾക്കറിയാം, എങ്ങനെയാണ് സംസ്ഥാന സെക്രട്ടറി പദവിയിൽ എത്തിയതെന്നും അറിയാം. അങ്ങനെയുള്ള ഒരാൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട എന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ മുഖത്ത് നോക്കി ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പറഞ്ഞു എന്ന് പറയുമ്പോൾ എത്ര രൂക്ഷമായിരുന്നു ചർച്ചകളെന്ന് മനസ്സിലാക്കണം. അല്പസമയം മുമ്പ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റി ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റിയിൽ സ്വർണ്ണക്കൊള്ള കാരണമാണ് BJPക്ക് ഒരു സീറ്റ് കിട്ടിയത് എന്ന ചർച്ച പോയി. അതായത് കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ തോൽക്കാൻ കാരണം സ്വർണ്ണക്കൊള്ളയിലെ ആരോപണ വിധേയന എന്ന് തന്നെയാണ് ആളുകൾ കടകംപള്ളി സുരേന്ദ്രനെ കണ്ടത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ കുറേ നടത്തി, പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അതൊന്നും വിലപ്പോയില്ല എന്ന് പറയുന്നു. വി ശിവൻകുട്ടി എന്ന CPMന്റെ ഏറ്റവും സീനിയറായ നേതാക്കളുള്ള ഒരാൾ ഈ മുൻ മേയർ ആര്യ രാജേന്ദ്രനെതിരെ പറയുന്ന കാഴ്ച ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കണ്ടു. അതായത് ഈ ആര്യയ്ക്ക് പാർട്ടി ചുമതലയുള്ള മുടവിൻമുകൾ ഭാഗത്ത് പ്രചരണത്തിന് പോയപ്പോൾ ആര്യയെ കാറിൽ കയറ്റിയപ്പോൾ അവിടെ നിന്ന് സ്ത്രീകൾ എതിർപ്പുന്നയിച്ചു. ആര്യയ്ക്ക് ചുമതലയുണ്ടായിരുന്ന സ്ഥലത്ത് 1400 വോട്ടിന്റെ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 5 വോട്ട് മാത്രമേ ഭൂരിപക്ഷം കിട്ടിയുള്ളൂ എന്നൊരു വിമർശനം കൂടി ഉണ്ടായിട്ടുണ്ട്. ജില്ലാ കമ്മിറ്റി ഇപ്പോഴും തുടരുകയാണ്. നാളെയാണ് ജില്ലാ കമ്മിറ്റി സമാപിക്കുക. അടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത്. ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിരൽ ചൂണ്ടി മുഖത്ത് നോക്കി വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു വിമർശനങ്ങളിൽ നിന്നൊക്കെ ഒരു ആശ്വാസം കണ്ടെത്താൻ, രക്ഷപ്പെടാൻ വേണ്ടി ജില്ലാ കമ്മിറ്റി നേതാക്കളുടെ മേൽ കുറ്റം ചാർത്താനാണ് സംസ്ഥാന നേതാക്കൾ ശ്രമിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ നടക്കുകയാണ്. ഇപ്പോഴും കമ്മിറ്റി തുടരുകയാണ്. ഇനി ഇടുക്കിയിലേക്ക് പോയി കഴിഞ്ഞാൽ രാഹുൽ സുരേഷ് ഉണ്ട് നമുക്കൊപ്പം. രാഹുൽ, അപ്പോൾ ഇടുക്കിയൊക്കെ അപ്പാടെ കയ്യിൽ നിന്ന് പോയി. എന്താണ് ജില്ലാ കമ്മിറ്റിയുടെ ഒക്കെ ഒരു വിലയിരുത്തൽ? വലിയ തോൽവിയാണ് ഉണ്ടായത്. MM മണിയുടെ ഉടുമ്പൻചോലയൊന്നും ഇപ്പോൾ കയ്യിലേ ഇല്ല. പാർട്ടിയുടെ മന്ത്രി അല്ലെങ്കിൽ പോലും ഘടകകക്ഷി മന്ത്രി റോഷി അഗസ്റ്റിനൊക്കെ 25 വർഷങ്ങൾക്ക് ശേഷം പരാജയപ്പെടുന്ന കാഴ്ച പോലും ഉണ്ടായി. എന്ത് സംഭവിച്ചു എന്ന് കരുതുന്നു അവർ? ഷിഹാസ്, ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിലും LDFന് കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിൽ തന്നെ MM മണിയുടെ ഉടുമ്പൻചോലയിലെ തോൽവി തന്നെയാണ് പ്രധാന ചർച്ചയായി ആദ്യം തന്നെ വരികയും ചെയ്തത്. ജില്ലാ നേതൃത്വം ആദ്യം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ പേര് പട്ടികയിൽ MM മണിയുടെ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിൽ KK ജയചന്ദ്രനെ മത്സരിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് KK ജയചന്ദ്രന്റെ പേര് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. സംസ്ഥാന നേതൃത്വം തന്നെയാണ് ഉടുമ്പൻചോലയിലെ തോൽവിക്ക് കാരണമായതെന്ന് തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിൽ
ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എം മണി മത്സരിക്കുകയായിരുന്നുവെങ്കിൽ അവിടെ ജയം ഉറപ്പായനും ഉണ്ടായേനെ. പക്ഷേ കെ ജയേന്ദ്രൻ വന്നത് ആളുകളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്ന് തന്നെയാണ് പറയുന്നത്. രാഹുൽ, അപ്പോൾ കടുത്ത വിമർശനം, എല്ലാ വിമർശനങ്ങളും നീളുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും നേരെയാണ്. പക്ഷേ ഏറെ കൗതുകമുള്ള കാര്യം, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 16-ാം ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതിനപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങളോട് ഒരു പൊതുവേദിയിൽ വെച്ചോ മാധ്യമങ്ങളിലൂടെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്ന് കണ്ണൂരിലെങ്കിലും അത് ഉണ്ടാവുമോ എന്നുള്ളതാണ് ആകാംക്ഷ. കാത്തിരിക്കാം.